ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നില്ലേ ആദ്യം തന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാൻ ഇന്ന് എഗ് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രൂട്ടോമാൻസിൻ്റെ എഗ് നൂഡിൽസാണ് കേട്ടോ. വെജ് നൂഡിൽസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ എഗ് നൂഡിൽസാണ്. അപ്പോൾ അതൊന്ന് ആ തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിക്കണേ. അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞാണ്. പിന്നെ നമ്മുടെ നൂഡിൽസൊക്കെ നല്ലോണം ഇങ്ങനെ വേറിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണേ. ഇതിലെ 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 6 to 7 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടിയും വേവിച്ചെടുക്കണം. ഇതാ നൂഡിൽസൊക്കെ വെന്തിട്ട് ഞാനത് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തുകയാണ്. സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾക്ക് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് തന്നെ 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിരിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നല്ലോണം ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്കിപ്പോൾ ഞാൻ 2 ചെറിയ ക്യാരറ്റും 1 ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം ക്യാബേജുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിക്കണ്. നല്ലോണം ഇങ്ങനെ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ മതി. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ 3 മുട്ട ചിക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചില്ലി സോസാണ്, അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഗ്രീൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാതും കൂടിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കട്ട പിടിച്ചതൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ ഇതാ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മസാല അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നൂഡിൽസൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണേ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കുറച്ചധികം വെജിറ്റബിൾസും ചെല്ലും, അതുപോലെ തന്നെ എഗ്ഗും ഒക്കെ ഹെൽത്തി ആയിട്ടും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇതാ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അതൊരു ചുളിവുമില്ലാതെ വിരിക്കണം കേട്ടോ. എന്നാലുള്ളൂ ആ ഒരു ബെഡ് കാണാൻ നല്ലൊരു വൃത്തി ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമും കൂടിയും ക്ലീൻ ചെയ്യാണ്ട് അവിടെ മോൾ ഉറങ്ങണ കാരണം ഇപ്പോൾ അത് ചെയ്യണില്ല.
ഇപ്പോൾ ബാക്കിയുള്ള ഏരിയയും കൂടിയും ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ. പിന്നെ ഇതാ വാഷ് ബേസിൻ്റെ അവിടുത്തെ ഹാൻഡ് വാഷ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുന്ന് വെച്ചതാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഞാൻ നമ്മളെ ചെടികളുമെന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരിട്ടിട്ട് മണ്ണിൽ കുഴിച്ചിട്ടുണ്ടില്ലാറെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീഫും കാര്യങ്ങളും വാടി പോവില്ല. വേര് വന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രഷോട് കൂടിയിട്ട് തന്നെ മണ്ണിലേക്ക് കുഴിച്ചിടും ചെയ്യാം. മറ്റേത് നേരിട്ട് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുകയാണെങ്കിൽ ആ ആദ്യമുള്ള ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ കുറച്ച് പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും. വെള്ളത്തിലാവുമ്പോൾ നമുക്കൊരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ലോണം അതിന് വേര് വരും. അങ്ങനെ കുഴിച്ചിടുമ്പോൾ അത് നല്ല ഭംഗിയിൽ തന്നെ കുഴിച്ചിടാനും പറ്റും. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ വെക്കുകയാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കാനാണ്. കുറച്ചധികം പോട്ടിൽ നമ്മൾ ഇതുപോലെ നമ്മൾ പ്ലാന്റ്സുകൾ ഇതുപോലെ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് നല്ല ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ടും അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.